നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ നിങ്ങളുടെ ഇന്നിൽ നാം പ്രതിപാദിക്കുന്ന ദിനം ഇന്ന് 2026 ജൂൺ മാസം 2-ാം തീയതി ചൊവ്വാഴ്ചയാണ്. അതായത് 1201 ഇടവമാസം 19-ാം തീയതി. സൂര്യോദയം കാലത്ത് 6:04, അസ്തമയം വൈകിട്ട് 6:38 തൃശ്ശൂരിൽ. രാഹുലം നിങ്ങൾക്കറിയാം, വൈകിട്ട് 3 മുതൽ 4:30 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. തിഥി കറുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ്. കറുത്തപക്ഷം 5-ാം തീയതി വരെ ചന്ദ്രൻ ബലവാനാണ്. പൗർണമി കഴിഞ്ഞ് കറുത്തപക്ഷം 5-ാം തീയതി വരെ ചന്ദ്രൻ ബലവാനാണ്. അപ്രകാരം അമാവാസി കറുത്ത വാവ് കഴിഞ്ഞാൽ വെളുത്തപക്ഷം 5-ാം തീയതി വരെ ചന്ദ്രൻ ദുർബലനുമാണ്. ഇവിടെ 5 തിഥികളിൽ കറുത്തപക്ഷത്തിലേതായാലും വെളുത്തപക്ഷത്തിലേതായാലും പ്രഥമാ തിഥി 1-ാമത്തെ തിഥിയും അപ്രകാരം ചതുർത്ഥി 4-ാമത്തെ തിഥിയും വർജിക്കേണ്ടതാണ്. അത് ദാരിദ്ര്യത്തെ ഉളവാക്കുന്നു. ശൂന്യമായ തിഥിയാണെന്നറിയുക. നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം ഒരു ശുഭനക്ഷത്രമാണ്. ശുഭകാര്യങ്ങൾക്കൊക്കെ നാം ഉപയോഗിക്കും. എങ്കിലും കറുത്തപക്ഷത്തിലെ മൂലത്തിന് പാദങ്ങളുണ്ട്. പാദദോഷമുള്ള നക്ഷത്രമാണ് മൂലം നക്ഷത്രം. ഈ മൂലം നക്ഷത്രത്തിൽ വാങ്ങാനും കൊടുക്കാനും പാടില്ലാത്തൊരു നക്ഷത്രമാണ്. കൃത്രിക ഭാഗ്യ മൂലാശ്ച മകാ ചിത്രാച രേവതി. കാർത്തിക ഭാഗ്യം എന്നാൽ ഉത്രം, പിന്നീട് മൂലം, മകം, ചിത്ര, രേവതി. ഈ 6 നക്ഷത്രങ്ങൾ ആദാതവ്യം ന ദാതവ്യം, വാങ്ങരുത് കൊടുക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തശേഷന്തു വിനശ്യതി, അതിന് ബാക്കി പോലും നശിച്ചു പോകുമെന്ന് പറയുന്നു. ഉച്ചക്കുള്ള സമയം 12:05 മുതൽ 1 മണി വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താവുന്നതാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോകാം. മൂലം നക്ഷത്രം നാഗവുമായി ബന്ധപ്പെട്ട നക്ഷത്രമാണ്. അശ്വതി മകം മൂലം. ഇതിൻ്റെ അധിപനായ ഗ്രഹം കേതുവാണ്. കേതു ആരാകുന്നു? രാഹുവിൻ്റെ വാലാകുന്നു. രാഹു സർപ്പത്തിൻ്റെ ശിരസ്സും കേതു അതിൻ്റെ താഴ്ഭാഗമാണ്, വാലുമാകുന്നു. അതിനാൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്താം. സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ, സർപ്പബലി ചെയ്യാം. അപ്രകാരം തന്നെ കേരളത്തിന് വെളിയിലുള്ള ഊരിൽ ജീവിക്കുന്നവർക്ക് നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന ചെയ്യുന്നത് വളരെ അനുകൂലമാണെന്ന് അറിയുക. ഏതായാലും ഇന്നത്തെ ദിനം എല്ലാം മംഗളമാവട്ടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഇന്നത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.